ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള അജ്രക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് 799 ആണ് വരുന്നത്. അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത്. മസ്റ്റർഡ് യെല്ലോയിൽ യോക്ക് വന്നിട്ട് ബ്ലാക്ക് കളർ യോക്ക്, അതിൽ ഫുൾ മിറേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് യോക്ക് വന്നിട്ട് ഒരു ബ്ലാക്ക് അജ്രക്ക് വെച്ചിട്ട് അതിൽ മെയിൻലി മിറേഴ്സ് ആണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ വിത്ത് ലൈനിങ് ആണ് എല്ലാത്തിലും വരുന്നത്. ഈ ഒരു സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 48 ലെങ്ത് വരുന്നുണ്ട്. ബാക്കിൽ ടൈ ചെയ്യാം, ടൈ വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു പിസ്ത ഗ്രീനും യോക്ക് വന്നിട്ട് റെഡ് കളറിലുള്ള അജ്രക്ക് വെച്ചിട്ട് മിറേഴ്സ് അവൈലബിൾ ആക്കിയിട്ടാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. യോക്ക് വന്നിട്ട് നല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു യോക്കാണ് വരുന്നത്. മിറേഴ്സ് ആണ് മെയിൻലി വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാം, ഇത് വേണ്ടെന്നുള്ളവർക്ക് റിമൂവ് ചെയ്യാം. യോക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡറും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. യോക്ക് പോർഷൻ വന്നിട്ട് ഡാർക്ക് മെറൂൺ അജ്രക്ക് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സും ആണ് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് വിത്ത് ലൈനിങ് ആണ്. 3/4 ആണ് വരുന്നത്. എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഇതുപോലെയാണ് വരുന്നത്. മെയിൻലി ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്ന ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. യോക്ക് ഇതുപോലെ വന്നിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ഒക്കെയാണ് മെയിൻലി വരുന്നത്. സ്ലീവ് 3/4 ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മിറേഴ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. യോക്ക് പാർട്ടിൽ ഇതുപോലെ ഒരു ബ്ലൂ കളർ അജ്രക്ക് വെച്ചിട്ട് അതിൽ ഫുൾ എന്താ പറയുക ഷുഗർ ബീഡ്സും മിറേഴ്സ് ഒക്കെയാണ് മെയിൻലി വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. 799 ആണ് റേറ്റ്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ്. യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു അജ്രക്കാണ് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ മിറേഴ്സും ഷുഗർ ബീഡ്സും ഒക്കെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഇന്ന് കുറച്ച് എനർജി കുറവാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് ടാസ്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ. ലെങ്ത് വന്നിട്ട് 48 വരുന്നുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിൽ ഇതുപോലെ ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. യോക്ക് ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ യോക്ക് വന്നിട്ട് ഒരു ബ്രിക്ക് റെഡ് യോക്കാണ് വന്നിട്ടുള്ള അജ്രക്കിൻ്റെ. അതിൽ ഫുൾ നമ്മുടെ ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് വരുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് ഒരു എയർലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. യോക്ക് വന്നിട്ട് അജ്രക്കും അതിൽ ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് മെയിൻലി വരുന്നത്. സ്ലീവ് വന്നിട്ട് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് അജ്രക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോയിൽ മിക്കതും ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. ഡാർക്ക് നേവി ബ്ലൂ. ഇത് നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീനും യോക്ക് വന്നിട്ട് റെഡ് കളർ അജ്രക്കും അതിൽ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ, യോക്ക് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ടോ അജ്രക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല. എൻഡിൽ യോക്കിൽ മാത്രമാണ് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 48 ലെങ്ത് വരുന്നുണ്ട്. എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ ഷെയ്ഡാണ്. യോക്കിൽ ഇതുപോലെ തന്നെ അജ്രക്ക് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് ഒരു എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. അജ്രക്ക് വെച്ചിട്ട് അതിൽ ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് വരുന്നത്.
സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ബോർഡറിലാണ് ചെയ്തിട്ടുള്ളത്. എ ലൈൻ കട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഷുഗർ ബീഡ്സും മിറേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് എ ലൈൻ കട്ടിലാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ യോക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 48 ലെങ്ത് വരുന്നുണ്ട്. യോക്ക് പോർഷൻ ഇതുപോലെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത്. യോക്ക് വന്നിട്ട് നല്ലൊരു അജ്രക്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് ഒരു എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. യോക്ക് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. വിത്ത് ലൈനിങ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ അജ്രക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 48 ലെങ്ത് വരുന്നിട്ടുണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പൗഡർ ബ്ലൂവും യോക്ക് വന്നിട്ട് നല്ല മെറൂൺ യോക്കുമാണ് വന്നിട്ടുള്ള അജ്രക്കിൻ്റെ. അതിൽ മിറേഴ്സും പിന്നെ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പൗഡർ ബ്ലൂ അല്ലേ, പൗഡർ ഗ്രീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ യോക്ക് വന്നിട്ട് അജ്രക്ക് വെച്ചിട്ട് അതിൽ സിമ്പിളായിട്ടുള്ള എന്താ പറയുക ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിൽ വിത്തൗട്ട് ബോർഡറിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ലാവൻഡർ ഷെയ്ഡ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സ്ലീവ് വന്ന് 3/4 സ്ലീവ് ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ നെറ്റ്വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് എന്ന് പറയുന്നത് 48 ലെങ്ത് വരുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചിട്ട് പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ടയർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനർജി ഇത്രയും കുറവ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. യോക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. യോക്കിൽ നല്ല ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. വിത്ത് ലൈനിങ് ആണ്. സ്ലീവിൽ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ നെറ്റ്വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല പേസ്റ്റൽ ഷെയ്ഡാണ്. പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് വന്നിട്ട് അംബ്രല്ല കട്ടിലാണ് വരുന്നത്. 48 ലെങ്ത് വരുന്നുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ ഫുള്ളി പേസ്റ്റലോ അല്ല, യോക്ക് വന്നിട്ട് ഇതുപോലെയാണ് കോൺട്രാസ്റ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മിറേഴ്സാണ് മെയിൻലി വരുന്നത്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ട് ചെറിയൊരു അംബ്രല്ല ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഷെയ്ഡാണ്. വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതൊക്കെ എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇതൊക്കെ ഇടുമ്പോൾ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആവും. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. വിത്തൗട്ട് ബോർഡർ ആണ് സ്ലീവിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഫേസ് ബ്രൈറ്റ് ആവുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. സ്ലീവ് 3/4 ആണ് വരുന്നത്. 48 ലെങ്ത് വരുന്നുണ്ട്. വിത്തൗട്ട് ബോർഡർ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ടൊരു സിമ്പിളായിട്ടുള്ള വോക്കും കാര്യങ്ങളാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാട്ടോ. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. ഇനി നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം.
ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു കോമ്പിനേഷനാണ്. യോക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഷുഗർ ബീഡ്സും മിറേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ എ ലൈൻ കട്ടും വളരെ കുറച്ച് മാത്രമാണ് അമ്പർലയും വരുന്നത്. അമ്പർല ആണെങ്കിൽ പോലും വലിയ ഫ്ലെയർ ഒന്നും വരുന്നില്ല, ചെറിയൊരു ഫ്ലെയർ ആണ് വരുന്നത്. എല്ലാവരും എ ലൈൻ കട്ട് തന്നെയാണ്. അപ്പം ഇന്ന് എനർജി വളരെ കുറവായത് കാരണം എൻ്റെ സൗണ്ട് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം ഇട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. ഇന്ന് എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഒന്ന് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. റേറ്റ് വന്നിട്ട് 799 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതിലൊരെണ്ണം നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.